കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് 5th സെം അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നാണ് ഒരു എക്സാമ്പിൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ പെട്ടെന്ന് പിടികിട്ടും. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, ഓക്കെ, ആ ഫാക്ടറിയിൽ മെഷീനറീസ് എവിടെ വെക്കണം, അതേപോലെ തന്നെ അത് എവിടെ വെച്ചിട്ട് അസംബിൾ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി എങ്ങനെയൊക്കെ നിലനിർത്തണം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കാർ ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രൊസീജിയേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യണതാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. Operations management or OM is all about managing the processes that convert resources like materials, labor and equipment into goods or services. It focuses on making sure things are produced effectively and efficiently. ഇപ്പോൾ ലേബർ, അതായത് തൊഴിലാളികൾ, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ എക്യുപ്മെൻറ്റ് എല്ലാം മാനേജ് ചെയ്യുന്നതാണ് എന്ത്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് TQM. TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി എങ്ങനെയാണ് TQM പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക? അതായത് അവർ റെഗുലറായിട്ട് എന്ത് ചെയ്യും, കസ്റ്റമറിൻ്റെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കും, ഈ സോഫ്റ്റ്വെയർ എങ്ങനെയുണ്ട്. അതേപോലെ തന്നെ അവർ റെഗുലറായിട്ട് അത് ടെസ്റ്റ് ചെയ്യും. പിന്നെ അവർ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ, ആ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവരത് ഫിക്സ് ചെയ്യും. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും, എംപ്ലോയീസിനെ വളരെയധികം സ്റ്റാൻഡേർഡോടുകൂടിയിട്ട് ട്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റുക, എങ്ങനെയാണ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റുക, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് അതിനെ നന്നാക്കുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്വാളിറ്റിയാണ് അവരെ പ്രിഫറൻസ്. അപ്പോൾ total quality management, it's the management approach where the entire organization from top to bottom is committed to continuously improving the quality of products, services and processes. The goal is to meet or exceed customer expectations. കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ എത്തുന്ന വരെ അവരെന്ത് ചെയ്യും, ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. SCM എന്നും ചോദിക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് റിലേറ്റഡ് ടു സപ്ലൈ എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കമ്പനി, അവിടെ എങ്ങനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ആവുന്നത്? അവിടെ മാനേജ് ചെയ്യും എന്ത്, സപ്ലയേഴ്സ്, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അത് കൊണ്ടുപോയിട്ട് അത് അസംബ്ലി ഫാക്ടറിയിൽ, അതേപോലെ തന്നെ ഫോണിൻ്റെ പ്രൊഡക്ഷനെ ട്രാക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിനിഷായിട്ട് ഈ ഫോൺ റെഡി ആയി വരുമ്പോൾ അത് സ്റ്റോർ ചെയ്യുക, പിന്നെ ഫൈനലി അത് ഷിപ്പ് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്. അങ്ങനെ അത്തരത്തിൽ എന്താ പറയുക, സപ്ലൈയുടെ എല്ലാ ഭാഗങ്ങളും വരുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് മാനേജിങ് ദ എൻറ്റയർ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ വെരി സ്റ്റെപ്പ് getting raw materials to the final step, that is delivering the finished product to the customer. It includes movement and storage of raw materials, work in process inventory and finished goods. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്തപ്പോൾ ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റും ഓപ്പറേഷൻ റിലേറ്റഡ് സപ്ലൈയിലും സത്യത്തിൽ എല്ലാത്തിനെയും ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് തന്നെയല്ലേ. അപ്പോൾ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? രണ്ടും പറഞ്ഞുതരാം. രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇൻറ്റേർണലാണ്, ഇൻസൈഡ് ദി കമ്പനി കാര്യങ്ങളാണ്. സപ്ലൈ ചെയിൻ വരുന്നത് എക്സ്റ്റേണലാണ്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കോഫി ഷോപ്പ്, ഓക്കെ, അതിൻ്റെ ആ കോഫി ഷോപ്പിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതായത് ഒരു കോഫി ഷോപ്പിൻ്റെ പ്രോബ്ലം എന്താണ്, അവർക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുക, അതിനെ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് അവരുടെ പ്രോബ്ലം. അവിടെയാണ് നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ റോൾ. എന്താണ്, മാനേജർ വന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യേണ്ടത്. അവർ പോയിട്ട് നോക്കും, ഓക്കെ, കോഫിയുടെ മെഷീൻ അടുത്ത് തന്നെയാണോ വെച്ചിരിക്കുന്നത്, അതായത് ഈ കോഫി ഉണ്ടാക്കുന്ന ആളെ ബരിസ്ത എന്നാണ് പറയുക, ഈ ബരിസ്തയുടെ അടുത്താണോ ഈ കോഫി മെഷീൻ വെച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ പഞ്ചസാര, അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അയാൾ അടുത്ത് തന്നെയാണോ വെച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് അയാൾക്ക് പാല് തിളപ്പിക്കാൻ പറ്റും. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് സെറ്റാക്കിയിട്ടാണ് ഫൈനലി ഇയാളെ ട്രെയിൻ ചെയ്യും. ഏറ്റവും സ്പീഡിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് വെള്ളം തിളക്കണം, പല കാര്യം എങ്ങനെയാണ് കോഫി ഗ്രൈൻഡ് ചെയ്യേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഫൈനലിൽ എന്ത് ചെയ്യണത്, കോഫി കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കണത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്
എഫിഷ്യൻ്റായിട്ട് പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഷോപ്പിൻ്റെ അകത്ത് കൈകാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വരുന്നത്. ഇനി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ ഒരു ജേണി, കോഫിയുടെ ജേണി എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് അവർക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോഫി ബീൻസ് വേണം, വളരെ പ്രൈസ് കുറഞ്ഞിട്ടുള്ള ക്വാളിറ്റിയുള്ള കോഫി ബീൻസ് വേണം. അതാണ് അവരെ പ്രോബ്ലം കോഫി ഷോപ്പിൻ്റെ. അതിലാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ അവർ SCM സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഏത് ഫാമിൽ നിന്നാണ് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി കോഫി കിട്ടുക, അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഷിപ്പ് ചെയ്യുക, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ കോഫിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഫൈനലി കോഫി പുറത്തുനിന്ന് അകത്തേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഇല്ലേ, വേരിയസ് സ്റ്റേജസ് വഴി ട്രാൻസ്പോർട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി അവരെ കോഫി ഷോപ്പിലേക്ക് എത്തുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഒരു കപ്പ് ഓഫ് കോഫി കുടിക്കാൻ കിട്ടുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ പ്രൊഡക്റ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൊഡക്റ്റ്? എ പ്രൊഡക്റ്റ് ഈസ് എൻ ഐറ്റം ഓർ എ സർവീസ് ദാറ്റ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ. ഇറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ ഐറ്റം യു ക്യാൻ ടച്ച് വിച്ച് ഇസ് കോൾഡ് ടാഞ്ചിബിൾ, ഓർ എ സർവീസ് ഓർ എക്സ്പീരിയൻസ് വിച്ച് ഇസ് കോൾഡ് ഇൻടാഞ്ചിബിൾ ദാറ്റ് സാറ്റിസ്ഫൈസ് എ നീഡ് ഓർ എ വാണ്ട് ഓഫ് എ കസ്റ്റമർ. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം നമുക്ക് കിട്ടുന്നത് ഒരു കസ്റ്റമർ എന്നുള്ള നിലക്ക്. അത് ഫിസിക്കൽ ഐറ്റം ആയിരിക്കാം. ഇപ്പോൾ ഫിസിക്കൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ലാപ്ടോപ്പ് ആവാം, ഒരു ഷർട്ട് ആവാം, ഒരു ബ്രെഡ് ആവാം, എന്തോ ആവാം. അതിന് ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്നും കൂടി പറയും. അതായത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ഇനി സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആവാം, അതിനാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ കട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ OTT ഓൺലൈൻ സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷൻ, അതൊക്കെ ഒരു സർവീസ് അല്ലേ, അതൊക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതെല്ലാം കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്ലാന്റ് ലേ ഔട്ട്. പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ പല പല സെക്ഷനിലേക്ക് പോയിട്ടാണ് ഫൈനലി നമുക്കൊരു കാറായിട്ട് രൂപപ്പെട്ട് വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, കാർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, ഒന്നാമത് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഒരേപോലത്തെ കുറേ കാറുകളായിരിക്കും അവർക്ക് മാനുഫാക്ചർ ചെയ്യാനുണ്ടാവുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഒരു സ്റ്റേഷനിൽ നിന്ന് വർക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് കാർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. അതായത് ചേസിസ് ഉണ്ടാക്കുക, പെയിൻ്റ് അടിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ പാർട്സ് ഫിറ്റ് ചെയ്യുക, അങ്ങനെ ഓരോന്ന് അസംബിൾ ചെയ്താണ് ലാസ്റ്റ് എന്ത് ചെയ്യുക, കാർ ഉണ്ടായി വരിക. ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബുഫേ ആലോചിച്ച് വെക്കുക. ബുഫേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഫുഡ് എടുക്കുന്നു, അടുത്ത സെക്ഷനിൽ പോയിട്ട് അടുത്ത ഫുഡ് എടുത്ത് കഴിക്കുന്നു, അടുത്ത സെക്ഷനിൽ പോയിട്ട് അടുത്ത ഫുഡ് കഴിക്കുന്നു, അങ്ങനെയല്ലേ ബുഫേ ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യും, കാറ് ചേസിസ് ഫിറ്റ് ചെയ്യും. കസ്റ്റമർ ആണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് ഒരു ഫുഡ് കഴിക്കുന്നു, അതേപോലെ തന്നെ കാർ എന്ത് ചെയ്യും, ഒരു സ്ഥലത്തുനിന്ന് ചേസിസ് ഉണ്ടാക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ എന്ത് ചെയ്യും, വർക്കേഴ്സ് കുറച്ചൊക്കെ വർക്ക് ചെയ്ത് സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. പിന്നെ അടുത്തത് എന്ത് ചെയ്യും, അങ്ങനെ പോലെ ബുഫേ കഴിക്കണ പോലെ. അതേപോലെ തന്നെയാണ് കാറിൻ്റെയും മാനുഫാക്ചറിങ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിനെ, അങ്ങനെ അതായത് മെഷീനറീസ് എവിടെ, എക്യുപ്മെൻറ്റ്സ് എവിടെ, ഡിപ്പാർട്ട്മെൻറ്റ്സ് എവിടെ, സർവീസസ് എവിടെ, എല്ലാം കമ്പനിയിലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ അസംബിൾ ചെയ്യുന്നതിനാണ് പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. Plan layout refers to the physical arrangement of industrial facilities including machinery, equipment, departments and services within a factory or production unit. The goal is to arrange things in a way that allows for smooth, efficient and cost-effective flow of work. പെട്ടെന്ന് പ്ലാൻ ലേ ഔട്ട് എന്നുള്ള വേർഡ് അങ്ങനെ നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബുഫേന്ന് ആലോചിച്ച് വെക്കുക, എന്നിട്ട് പിന്നെ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ആൻസർ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് MPS. MPS എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, വലിയ എന്തൊരു സംഭവം, മാസ്റ്റർ ഡാ എന്ന് പറയുന്ന മാതിരി. അപ്പോൾ എന്താണ് മാസ്റ്റർ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ MPS എങ്ങനെ പറയാം, അതായത് 5000 വാനില ഐസ്ക്രീമിൻ്റെ ടബ് ഉണ്ടാക്കണം മൂന്നാഴ്ച, വീക്ക് 3ൽ. 3000 ടബ് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കണം വീക്ക് 4ൽ. 2000 ടബ് സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കണം വീക്ക് 5ൽ. അങ്ങനെ അത്തരത്തിലുള്ള കണക്കുകൾ എത്ര, അതായത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്ലാനാണ്. എങ്ങനെ, എത്രമാത്രം, ഹൗ മെനി പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത്, ഹൗ, വെൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പ്രത്യേക ഒരു പ്ലാനിങ് പീരീഡിലാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ MPS is a detailed plan that shows how many of each specific product and when those products need to be produced over a certain planning period. It is a main input for material planning and capacity planning.
ഇനി അടുത്തതാണ് വാട്ട് ഇസ് സേഫ്റ്റി സ്റ്റോക്ക്. സേഫ്റ്റി എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട് സ്റ്റോക്ക് ആക്കി വെക്കുക. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ സ്റ്റോക്ക് കരുതി വെക്കുക എന്നുള്ളതാണ് സേഫ്റ്റി സ്റ്റോക്ക്. അതായത് ഇപ്പോൾ ഒരു ഫോണിൻ്റെ വിൽക്കുന്ന ഒരു മൊബൈൽ ഷോപ്പിൽ എന്ത് ചെയ്യും, ആ കടക്കാരൻ ഒരു 10 ഫോണാണ് വെക്കണമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ചില സമയത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, 5 ദിവസം കൊണ്ട് തന്നെ ഫോണുകൾ തീർന്നു പോകും. ചില സമയത്ത് ലൈക്ക് കസ്റ്റമറൊക്കെ മേടിച്ച് 2 എണ്ണം വന്നൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫോൺ എന്താവും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അത്തരത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് സപ്ലയർ എത്താൻ വൈകും ഫോണും കൊണ്ട്. അപ്പോൾ കടക്കാരൻ ആകെ എന്തായി പോവും, ഈ കസ്റ്റമർ വന്നിട്ട് ഫോണിലാന്ന് പറഞ്ഞ് തിരിച്ചു പോയി നാണക്കേട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത കടയിൽ പോയി മേടിക്കും. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമറൊന്നും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ട്രാ വെക്കും. എക്സ്ട്രാ വെക്കണതിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കാം. സേഫ്റ്റി സ്റ്റോക്ക് ഈസ് എൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഹെൽഡ് ടു പ്രിവെൻറ്റ് എ സ്റ്റോക്ക് ഔട്ട്. സ്റ്റോക്ക് ഔട്ട് മീൻസ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് ചേഞ്ചസ് ഓർ ഡിലേയ്സ് ഇൻ സപ്ലൈ. ഇറ്റ് ആക്ട്സ് ആസ് എ ബഫർ. അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ 2 ഫോണൊക്കെ ഒരു കസ്റ്റമർ മേടിച്ചുകൊണ്ട് പോകും. അതേപോലെ തന്നെ ഡിലേയ്സ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഫോൺ സപ്ലൈ ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾ ചിലപ്പോൾ വരാൻ വൈകുകയോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ വൈകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഡിലേ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഇസ് പരേറ്റോ ഡയഗ്രാം. പരേറ്റോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും പ്രോബ്ലംസ്, പരേറ്റോ പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണ് പരേറ്റോ ഡയഗ്രാം? പരേറ്റോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബാർ ചാർട്ടാണ്. എന്താണ് അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു സാധനം മേടിച്ചിട്ട് അവിടെ എത്രമാത്രം പ്രോബ്ലംസ് അല്ലെങ്കിൽ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് വരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. മെയിൻലി ബേസ്ഡ് ഓൺ 80/20 റൂളാണ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യം എടുത്തത്, അതായത് വലുതീന്ന് ചെറുതിലേക്ക് പോകുന്നതിനാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് എന്തിലേക്കാണ് കിട്ടുന്നതെന്ന് നോക്കും, പിന്നെ അടുത്തത് കുറഞ്ഞ കംപ്ലയിൻറ്റ് അങ്ങനെ നോക്കിയിട്ടാണ് ഇതിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക ഈ ഗ്രാഫിൽ. ഇപ്പോൾ ഫോട്ടോ നോക്കിയാൽ ഇതാണ് പെരേറ്റോ ചാർട്ട്. ഇത് കണ്ട ആദ്യം വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ച പ്രശ്നം എന്തായിരുന്നു, ഇപ്പോൾ ഒരു അച്ചാർ കമ്പനിയാണെങ്കിൽ ആ അച്ചാർ കുപ്പിയുടെ പുറത്തുള്ള ആ സ്റ്റിക്കർ പെട്ടെന്ന് തന്നെ ഉലിഞ്ഞു പോകുന്നു. അതാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമറിന് വന്ന കംപ്ലയിൻറ്റ്. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിച്ചതല്ല അവർക്ക് കിട്ടിയത്, റോങ് ടൈപ്പ് പ്രൊഡക്റ്റാണ് അവർക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വന്നെന്താ, കൂടുതൽ ഉപ്പായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ എന്തോരം കംപ്ലയിൻറ്റ്സ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് കാണിക്കുന്ന ഒരു ചാർട്ടാണ് Pareto chart. A Pareto diagram is a special type of bar chart where the values are shown in descending order of the frequency. It is based on the Pareto principle, which is known as 80/20 rule, which suggests that 80% of the problems or effects come from the 20% of the causes. അതായത് 80% പ്രോബ്ലംസ് വരുന്നത് എന്താണ്, 20% അതായത് അതിൻ്റെ കോസിൽ നിന്നാണ്, അതിൻ്റെ കാരണങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് ഈ 80/20. അപ്പോൾ ഈ പരേറ്റോ ഡയഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കീവേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പരേറ്റോ ചാർട്ട് എന്നുള്ളത്, അതേപോലെ തന്നെ 80/20 റൂൾ എന്നുള്ളത്, പ്രോബ്ലംസ്, ഇതൊക്കെ കീവേഡാണ്. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സ്കെഡ്യൂളിങ്. സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജോലി എപ്പോൾ തുടങ്ങണം അല്ലെങ്കിൽ എപ്പോൾ തീർക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തന്നെ സ്കെഡ്യൂൾ ചെയ്യുമല്ലോ, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സബ്ജക്റ്റ് തീർക്കണം, ഇത്ര മൊഡ്യൂൾ തീർക്കണം എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് സ്കെഡ്യൂളിംഗ്. അതായത് ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കെഡ്യൂളിംഗ് സഹായിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെ ആലോചിക്കുക. അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് കമ്പനിയിലാണെങ്കിൽ ഇപ്പോൾ ഷർട്ട് തുന്നുന്ന ജോലിക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര സമയം അതിന് ചിലവാക്കണം, പാൻസ് തുന്നുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയം, അങ്ങനെയൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് ഒരു കമ്പനി മുന്നോട്ട് പോവുക. അപ്പോൾ സ്കെഡ്യൂളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വെൻ എ ജോബ്, ടാസ്ക് ഓർ ഓപ്പറേഷൻ ഷുഡ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ്. ഇറ്റ് ഇൻവോൾവ്സ് അസൈനിങ് റിസോഴ്സസ്, people, equipment, time to specific tasks to meet deadlines and optimize efficiency. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ശേഷി, നമുക്ക് എത്ര ശേഷിയുണ്ട്, എത്ര കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറിയിൽ എത്രയാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബേക്കറിയിൽ ഒരു ദിവസം മാക്സിമം 100 കേക്കുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ ബേക്കറിക്ക്. പക്ഷെ അവർ 80 കേക്കുകൾ മാത്രമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെ കപ്പാസിറ്റി എത്രയാണ്, 80% ആണ്. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ഓഫ് ദി കമ്പനീസ് ടോട്ടൽ അവൈലബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് കറൻ്റ്ലി ബീയിങ് used. It is calculated as
ആക്ച്വൽ ഔട്ട്പുട്ട് ബൈ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഇൻറ്റു 100%. ആക്ച്വൽ ഔട്ട്പുട്ട് എന്നാണ് 80 കേക്കാണ് ഉണ്ടാക്കുന്നത്. മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റും? 100 കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇൻറ്റു 100 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 80. അപ്പോൾ 80 ആണ് പെർസെൻറ്റേജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്ലാൻഡ് ലൊക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമെൻറ്റ് ഫാക്ടറി എന്താ ചെയ്യുക? ആ സിമെൻറ്റ് ഫാക്ടറി എവിടെ നിന്ന് സ്ഥാപിക്കാം? ഏറ്റവും അടുത്ത് അവരെ റോ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലത്തായിരിക്കും ആ ഫാക്ടറി കൊണ്ടുപോയി സ്ഥാപിക്കുക. കാരണം അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തു നിന്നാണെങ്കിൽ ഈ വണ്ടിയിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് അതിൻ്റെ സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടുവന്ന് ഫാക്ടറിയിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് ചിലവുകൾ കൂടും. അപ്പോൾ അത്തരത്തിൽ ഒരു ഫാക്ടറി എവിടെ സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് എന്ത്? പ്ലാന്റ് ലൊക്കേഷൻ. Planned location refers to the geographic placement of a company's production facility. The decision involves choosing the best site by considering factors like proximity to raw materials, markets, ലേബർ അവൈലബിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. അതായത് ഒരു കമ്പനി ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണ്ടേ തുടങ്ങണമെങ്കിൽ. അതായത് ഏറ്റവും എളുപ്പം റോ മെറ്റീരിയൽസ് കിട്ടുന്നത്, അതേപോലെ തന്നെ തൊഴിലാളികളെയും കിട്ടണമല്ലോ പെട്ടെന്ന് തന്നെ. അതേപോലെ തന്നെ മാർക്കറ്റ്, ഇത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിലെത്തിക്കാൻ നിയറസ്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എത്രമാത്രം കോസ്റ്റ് വരും. അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസിയും ബാധകമാണ്. അതായത് ഇപ്പോൾ ഒരു വീടുകൾ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഫാക്ടറി വെക്കാൻ പറ്റില്ല, കാരണം അവിടെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളും പല കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാം നിയന്ത്രിച്ച് കൊണ്ടാണ് ഒരു പ്ലാന്റ് ലൊക്കേഷൻ അവർ നോക്കുന്നത്. എന്നിട്ടാണ് ഒരു ഫാക്ടറി തുടങ്ങുക. സോ ഇതാണ് പ്ലാന്റ് ലൊക്കേഷൻ, ജോഗ്രഫിക് പ്ലേസ്മെൻറ്റ് ഓഫ് എ കമ്പനീസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റീഓർഡർ ലെവൽ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പത്തെ സെമസ്റ്ററിലൊക്കെ പഠിച്ച് എക്സാം എഴുതി പോയതാണ്. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് തീരണതിന് മുമ്പ്, അതായത് സൂചിപ്പിക്കുന്ന ഒരു ലെവലാണ് റീഓർഡർ ലെവൽ. അതായത് സാധനങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് വരുത്തിക്കണം, അല്ലെങ്കിൽ സാധനങ്ങൾ ഇല്ലാണ്ടായി പോകില്ലേ, ആ ഒരു തീരുമാനിക്കുന്ന ഒരു ലെവലാണ് എന്ത്? റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ ഈസ് എ സ്പെസിഫിക് മിനിമം ലെവൽ ഓഫ് ഇൻവെൻട്രി അറ്റ് വിച്ച് new order must be placed with the supplier to avoid stock outs. It ensures that new stock arrives just as the old stock is about to run out. അതായത് ആ സ്റ്റോക്ക് തീരണതിന് മുമ്പ് ഈ റീഓർഡർ ലെവലിൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റോക്ക് പറഞ്ഞ് സാധനങ്ങൾ എത്തിയിട്ടുണ്ടാവും. അതാണ് റീഓർഡർ ലെവൽ. ഇതിനെ വാട്ട് ഈസ് റീഓർഡർ പോയിൻ്റ് എന്നും ചോദിക്കാം. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഓർഡർ പോയിൻ്റ് ഈക്വൽ ടു നോർമൽ കൺസപ്ഷൻ ഡ്യൂറിങ് ലീഡ് ടൈം പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക്. ഇത് 2024 2023 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് PLC, ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് PLC, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളായിട്ട് രൂപത്തിൽ, അതായത് 4 സ്റ്റേജ് ഉണ്ട് ഇതിന്: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. ഇപ്പോൾ ഒരു കഥ പോലെ പറഞ്ഞു പോകാം നമുക്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് വാച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്താ? ഫസ്റ്റ് സ്മാർട്ട് വാച്ച് റിലീസ് ചെയ്യുമ്പോൾ സെയിൽസ് വളരെ ലോ ആയിരിക്കും. ആൾക്കാർക്ക് അത് മേടിക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവും. സെയിൽസ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ കാശും ഭയങ്കര ഹൈ ആയിരിക്കും. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത്. അപ്പോൾ ആ സമയത്താണ് ഈ ആപ്പിൾ വാച്ച് ഭയങ്കര പോപ്പുലറായി, സെയിൽസൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് കൂടി. കമ്പനി ആണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അത് മെച്യൂരിറ്റി സ്റ്റേജിലെത്താണ്. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കംപ്ലീറ്റ് സ്മാർട്ട് വാച്ചായി, എവിടെ നോക്കിയാലും സ്മാർട്ട് വാച്ച്. സെയിൽസൊക്കെ പീക്ക് ലെവലിൽ, നല്ല അടിപൊളി ഹൈ ലെവലിൽ എത്തി നിൽക്കുകയാണ്. പതുക്കെ അത് സ്ലോ ഡൗൺ ആവും. കാരണം വെച്ചാൽ എല്ലാവരുടെ കയ്യിലുണ്ട് സ്മാർട്ട് വാച്ച്. എല്ലാ കമ്പനിക്കാരും, ചെറിയ ചൈന കമ്പനിയും പീക്കിരി കമ്പനികളും ഒക്കെ ഇറക്കിയിട്ടുണ്ട് സ്മാർട്ട് വാച്ച്. അപ്പോൾ കോമ്പറ്റീഷൻ വളരെയധികം കൂടും. അപ്പോൾ എന്തായി? നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അതാണ് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ പുതിയ ടെക്നോളജി വന്ന് സ്മാർട്ട് വാച്ച് ആർക്കും വേണ്ട. അപ്പോൾ സ്മാർട്ട് വാച്ച് റീപ്ലേസ്ഡ് ആയി പോകും. അതാണ് ഡിക്ലൈൻ സ്റ്റേജ്. അതായത് സെയിൽസും ലാഭവും പ്രോഫിറ്റും എല്ലാം വീണു പോകും, തകർന്നു പോകും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്താവും? ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഈ പ്രൊഡക്റ്റ് ഉണ്ടാവാനില്ല, റീപ്ലേസ് ചെയ്ത് പോകും. അപ്പോൾ അതിനെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ റെഫേഴ്സ് ടു ദി സ്റ്റേജസ് ഓഫ് ദി പ്രൊഡക്റ്റ് വിച്ച് ഗോസ് ത്രൂ ഫ്രം ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ടു ദി മാർക്കറ്റ് ടു ഇറ്റ്സ് ഇവൻച്വൽ ഡിക്ലൈൻ. ദ സ്റ്റേജസ് ഇൻക്ലൂഡ് ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. നിങ്ങൾക്ക് കുറച്ചും കൂടി കടുകട്ടിയായിട്ട് എഴുതണമെങ്കിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഡിസ്ക്രൈബ്സ് ദ സ്റ്റേജസ് എ ടിപ്പിക്കൽ പ്രൊഡക്റ്റ് ഗോസ് ത്രൂ ഇൻ ദ മാർക്കറ്റ് from when it's first introduced until when it's withdrawn. It helps managers make decisions about pricing, marketing and production. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻവെൻട്രി കോസ്റ്റ്.
അപ്പോൾ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സാധനങ്ങൾ അത് സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ അവർ ഓർഡർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ തീർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു തുക ഒരു കോസ്റ്റാണ് എന്ത് ഇൻവെൻട്രി കോസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൗണിൻ്റെ വാടക, സ്റ്റോക്ക് കേടായി പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമുണ്ടല്ലോ, പിന്നെ അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ ഓർഡർ കൊടുക്കാനുള്ള ഷിപ്പിങ്ങിൻ്റെ ചിലവ്, ഇതൊക്കെ ഇൻവെൻട്രി കോസ്റ്റിലാണ് വരിക. അപ്പോൾ ഇൻവെൻട്രി കോസ്റ്റ് റെഫേഴ്സ് ടു ദി ടോട്ടൽ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് ഹോൾഡിംഗ് ആൻഡ് മാനേജിങ് ഇൻവെൻട്രി. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്റ്റോറേജ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട്, ലോസ്റ്റ് സെയിൽസ്. അതായത് സ്റ്റോക്കില്ലാണ്ടായി വരുമ്പോൾ എന്താ സംഭവിക്കുക? സെയിൽസ് ലോസ്റ്റ് ആവും. ആളുകൾ വന്ന് സാധനങ്ങൾ ചോദിക്കുമ്പോൾ സാധനം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് നഷ്ടമല്ലേ. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള കോസ്റ്റുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ആൻസർ. എന്ത്? ഒരു സാധനം ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിനെയാണ് എന്തെന്ന് പറയുക ജസ്റ്റ് ഇൻ ടൈം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫർണിച്ചർ കമ്പനിയിൽ സോഫ ഉണ്ടാക്കണ നേരത്ത്, ഒരു ഓർഡർ വന്ന് സോഫ ഉണ്ടാക്കണ നേരത്ത് അതിനാവശ്യമുള്ള തുണി, സ്പോഞ്ച് കാര്യങ്ങൾ അതൊക്കെ ആ സോഫ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും സപ്ലയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറിനാണ് പറയുക ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം ഈസ് എ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി ദാറ്റ് എയിംസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ പ്രൊഡക്ട്സ് ജസ്റ്റ് ഇൻ ടൈം ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്, മിനിമൈസിങ് ഇൻവെൻട്രി ലെവൽസ് ആൻഡ് റെഡ്യൂസിങ് വേസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. പെർഫോമൻസ് എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട്. അതായത് ഒരു കമ്പനി അവരുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ആണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് എന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ് ടീമിലുള്ളവരിങ്ങനെ നോക്കും എത്ര കസ്റ്റമേഴ്സ് നമുക്ക് കൂടിയിട്ടുണ്ട്, അവർ പെർഫോമൻസ് എങ്ങനെയുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ടോ. അപ്പോൾ അത്തരത്തിൽ മെഷർ ചെയ്ത് നോക്കും എങ്ങനെയാണ് പെർഫോമൻസ് പോകുന്നത്. അതാണ് KPI. എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇസ് എ മെഷറബിൾ വാല്യൂ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ വെൽ എൻ ഓർഗനൈസേഷൻ ഇസ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. KPIs are used to evaluate performance, identify areas for improvement and make informed ഡിസിഷൻസ്. അതായത് ഒരു കമ്പനി ഇപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കും, അത് എത്രമാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നറിയാൻ. അതേപോലെ തന്നെ എങ്ങനെ മാത്രം പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതും കമ്പനി നോക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ തീരുമാനങ്ങളും ഡിസിഷൻസും ഒക്കെ എടുക്കും എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ മെഷർ ചെയ്യുന്ന വാല്യൂ ആണെന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അസംബ്ലി പ്രോസസ്സ്. അസംബ്ലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബിൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാച്ച് കമ്പനിയിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? സൂചി, അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രാപ്പ്, അതിൻ്റെ ഡയൽ എല്ലാം ഇങ്ങനെ വെച്ച് അസംബിൾ ചെയ്താണ് ഫൈനലി അതൊരു എന്താ പറയുക വാച്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് അസംബിൾ ചെയ്ത് പോകുന്ന പ്രോസസ്സിനാണ് അസംബ്ലി പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് അസംബ്ലി പ്രോസസ്സ് ഈസ് എ പ്രൊഡക്ഷൻ പ്രോസസ്സ് ദാറ്റ് ഇൻവോൾവ്സ് കമ്പൈനിങ് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ് ഓർ പാർട്സ് ടു ക്രിയേറ്റ് എ ഫൈനൽ പ്രൊഡക്റ്റ്. ഇറ്റ് ക്യാൻ ബി മാനുവൽ ഓർ ഓട്ടോമേറ്റഡ്. അതായത് മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കുന്നതാവാം, അതേപോലെ തന്നെ ഇപ്പോൾ റോബോട്ടിക്കോ മെഷീനറീസോ ചെയ്തിട്ടും ആവാം. അതാണ് മാനുവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മാനുവലായിട്ട് വർക്കേഴ്സ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആവാം, മെഷീനറീസും ആവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡിഫൈൻ കപ്പാസിറ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് വാട്ട് ഈസ് കപ്പാസിറ്റിയാണ്. ഇത് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ പറഞ്ഞതോ എന്തെങ്കിലും ഒന്ന് കോട്ട് ചെയ്തതായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. കാണാപ്പാടം പഠിക്കുകയും വേണം. അപ്പോൾ ഡിഫൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നു കപ്പാസിറ്റി, ശേഷി, എത്രമാത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി എന്നൊക്കെ പറയുന്നു കപ്പാസിറ്റി. ഇപ്പോൾ ഇവിടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാപ്പാടം പഠിക്കണം. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് അക്കോർഡിംഗ് ടു ചേസ്, ജേക്കബ്സ് ആൻഡ് അക്വിലാനോ, കപ്പാസിറ്റി ഫോർ ഓർഗനൈസേഷൻ refers to the ability of the organizational systems to produce output within a given time period. നമ്മൾ കേക്കിൻ്റെ എക്സാമ്പിൾ പറയുന്നത് എത്ര കേക്ക് കപ്പാസിറ്റി 80 മാക്സിമം 100. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നൊക്കെ നേരത്തെ കുറച്ച് മുമ്പുള്ളതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കപ്പാസിറ്റി എന്നുള്ള ഡെഫിനിഷൻ വന്നാൽ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് കാണാപ്പാടം പഠിച്ചിട്ട് തന്നെ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെൻട്രി നിയന്ത്രിക്കണ ഒരു രീതിയാണ്. അതായത് സാധനങ്ങളുടെ മൂല്യം അനുസരിച്ചിട്ട്, ഇപ്പോൾ ഫാക്ടറിയിലൊക്കെ സാധനങ്ങളുടെ മൂല്യം വാല്യൂ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിന് 3 കാറ്റഗറൈസ് ചെയ്യും, 3 വിഭാഗങ്ങളാക്കി മാറ്റും. ABC. അതിൽ A എന്ന് പറഞ്ഞാൽ ഏറ്റവും വാല്യൂ ഉള്ള ഐറ്റം, അതായത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു, അതില്ലാണ്ട് അവിടെ കമ്പനി മുന്നോട്ട് പോകില്ല. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം വാല്യൂ ആണ്, മീഡിയം ഇമ്പോർട്ടൻസ് ആണ്.
സി എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ഒന്നുമില്ല, ലോ വാല്യൂ ആൻഡ് ലോ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ അത് പെട്ടെന്ന് അവിടെ ഇല്ലയെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നം നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ 3 നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യും. എങ്ങനെ? ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ പേനയും വേണം, ടെക്സ്റ്റ് ബുക്കും വേണം. ഇതില്ലെങ്കിൽ ഒരു രക്ഷയില്ല, പേന വേണം, ടെക്സ്റ്റ് ബുക്ക് വേണം. ബി എന്നുള്ള കാറ്റഗറിയിൽ, അതാണ് എ എന്നുള്ള കാറ്റഗറി, പേനയും ടെക്സ്റ്റ് ബുക്കും. ബി എന്നുള്ള കാറ്റഗറിയിലാണെങ്കിലോ നോട്ട് ബുക്കും വേണം, അതേപോലെ തന്നെ ഹൈലൈറ്ററോ മാർക്കറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വേണം. അപ്പോൾ ഇത് രണ്ടും വലിയ ഉണ്ടെങ്കിൽ നല്ലതാണ്, നോട്ട് എഴുതാം. പിന്നെ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇമ്പോർട്ടൻസ് ഉണ്ട്, ചെറിയ മീഡിയം ഇമ്പോർട്ടൻസ് ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള സ്പെയർ പേനകളോ അല്ലെങ്കിൽ പഴയ വർക്ക് ഷീറ്റുകളോ ഒക്കെ ആവാം. അപ്പോൾ അതാണ് സി കാറ്റഗറിയിൽ പെടുക. അത് ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഇതുപോലെ 3 കാറ്റഗറി ആക്കിയിട്ട് ഹൈ ഇമ്പോർട്ടൻസ്, മീഡിയം ഇമ്പോർട്ടൻസ്, ലോ ഇമ്പോർട്ടൻസ് അങ്ങനെ കണക്കാക്കുന്നതിനാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ABC analysis is an inventory management technique that categorizes inventory into 3 categories based on their value and importance. A of high value, high importance; B of medium value, medium importance; C of low value and low importance. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ടൈം? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കോഫി ഉണ്ടാക്കുന്ന ബരിസ്ത, അതായത് കോഫി ഉണ്ടാക്കുന്ന ആളാണ് ബരിസ്ത എന്ന് വിളിക്കുന്നത്. അയാൾക്കൊരു കോഫി ഉണ്ടാക്കാൻ എത്ര സമയം വേണം? മാനേജർ പറയുന്നത് നിനക്ക് 2 മിനിറ്റ് തരാം, നിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം 2 മിനിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ നീ കോഫി ഗ്രൈൻഡ് ചെയ്യണം, കപ്പ് റെഡിയാക്കണം, പാൽ സ്റ്റീം ചെയ്യണം. അപ്പോൾ അത്തരത്തിലൊരു ടൈം കൊടുക്കും ഒരു കോഫി പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെയാണ് അത്രയും കസ്റ്റമേഴ്സിന് അവരെന്ത് ചെയ്യുക, കോഫി കൊടുക്കുക. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം ഇസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക് ഓർ ഓപ്പറേഷൻ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. കണ്ടീഷൻസ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം, അതായത് ക്വാളിറ്റി ഉണ്ടാവണം, വൃത്തി ഉണ്ടാവണം, വെടുപ്പുണ്ടാവണം, എല്ലാം ഉണ്ടാവണം, സമയത്തിന് കൊടുക്കുകയും വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബെഞ്ച് മാർക്ക് ഫോർ മെഷറിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് റിക്കവറി ലോജിസ്റ്റിക്സ്? റിക്കവറി ലോജിസ്റ്റിക്സിന് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നും പറയും. അതായത് ഇപ്പോൾ ആമസോൺ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഡിഫക്റ്റ് ആയ ഒരു സാധനമൊക്കെ വരുമ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം റിട്ടേണിന് റിക്വസ്റ്റ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പനിക്കാർ പറയും ലേബിളും സാധനങ്ങളും സ്റ്റിക്കറും ടാഗൊക്കെ കറക്റ്റ് വേണം കേട്ടോ, കറക്റ്റ് പാക്കിങ്ങിലായിരിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ അതേന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഡേറ്റ് തരും. അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് അതിന് അല്ലേ. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ആൾ വരും, നമ്മൾ സാധനം കൊടുക്കും. അപ്പോൾ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ്. അത് എന്താ ചെയ്യുക? അവർ ഈ സാധനം കൈപ്പറ്റും, തിരിച്ച് കിട്ടിയ സാധനത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്താണ് നമുക്ക് പ്രശ്നം പറ്റിയത്, അത് സോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ആണ് അതിൽ ഉൾപ്പെട്ട് വരുന്നത്. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും വിൽക്കാനിടും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രൊസീജിയറാണ്, അതായത് റിട്ടേൺ വരുമ്പോൾ വരുന്നൊരു പ്രൊസീജിയറാണ് എന്ത്? റിക്കവറി ലോജിസ്റ്റിക്സ്. Recovery logistics refers to the process of managing the return of products or materials from the customers or end users. It involves activities such as product return, repair and recycling. അതായത് റിട്ടേൺ എടുക്കും, ചിലപ്പോൾ അത് റിപ്പയർ ചെയ്തിട്ട് ചില സാധനങ്ങളുണ്ട് നമ്മൾ പകരം പുതിയത് പ്രൊഡക്റ്റ് തന്നെ തരും. അതേപോലെ തന്നെ ചിലത് റീസൈക്കിൾ ചെയ്ത് കളയും, റീഫർബിഷ് ചെയ്ത് കളയും. ആ തരത്തിലുള്ള ഒരു സംഭവത്തിനാണ് റിക്കവറി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അഥവാ ERP എന്നും ചോദിക്കും. എന്താണ് ERP? ERP എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കഥ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫർണിച്ചർ കമ്പനി, ആ ഫർണിച്ചർ കമ്പനിയിൽ പലതരം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. സെയിൽസ് ടീം ഉണ്ടാവും, പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും, ഫിനാൻസ് ടീം ഉണ്ടാവും, ഇൻവെൻട്രി ടീം ഉണ്ടാവും, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യും? ഒന്നാക്കും, ഏകീകരിക്കുക. അതിനാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുക. ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിച്ച് ഒന്നാക്കണ ഒരു ടൈപ്പ് ഇത് സിസ്റ്റത്തിലേക്ക് എത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? എന്നിട്ട് ഈ ERPയിലേക്ക് സംഭവങ്ങളൊക്കെ എൻ്റർ ചെയ്യും. ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഓർഡർ വന്നു, ഒരു ഡബിൾ കോട്ട് ബെഡിൻ്റെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ERP സിസ്റ്റത്തിൽ ആദ്യം എന്ത് ചെയ്യും? ഈ കസ്റ്റമറിൻ്റെ ഓർഡർ വന്നു എന്നുള്ളത് എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് സെയിൽസുകാർ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ടീമിലേക്ക് ഇത് പോകും. അപ്പോൾ പ്രൊഡക്ഷൻ ടീമുകാർ നോക്കിയിട്ട് ഒരു ടൈം സ്കെഡ്യൂൾ ചെയ്യും, നമുക്ക് ഇത്ര മണിക്ക് കൊടുക്കാം, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാം എന്നുള്ളത് അവർ സ്കെഡ്യൂൾ ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടീമിലേക്ക് എത്തും. ഇത് എന്താ പറയുക, ഫിനാൻസ് ടീമിലേക്ക് എത്തും. ഇതിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളും മറ്റും എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ അടുത്ത ഡെലിവറി ടീം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഏകീകരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. Enterprise resource planning is a software system that integrates various business functions such as finance,
human resources, supply chain, and manufacturing into a single system. It provides real-time visibility and enables better decision making. അതായത് റിയൽ ടൈം വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം അപ്ഡേറ്റ് കിട്ടുകയാണ്, അപ്ഡേറ്റ്സ് കൂടുതൽ കിട്ടുകയാണ്. അതേപോലെ തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഇനി അടുത്തത് വാട്ട് ഈസ് ഫെറ്റീഗ് സ്റ്റഡി. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടയേർഡ്, ക്ഷീണം. അതായത് ഒരു ഫറ്റീഗ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ക്ഷീണം, ടയേർഡ്നെസ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിനാണ് ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് വർക്കിംഗ് അവേഴ്സിൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വരുന്ന ക്ഷീണത്തിൻ്റെ ആ ഒരു അനലൈസേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർ അസംബ്ലി ചെയ്യുന്ന ഒരു ലൈനിൽ എന്ത് ചെയ്യണം, വർക്കേഴ്സ് ഭയങ്കര എന്താ പറയുക ക്ഷീണം വരികയാണ്. അതായത് വർക്കേഴ്സ് ക്ഷീണം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവർ പ്രൊഡക്ഷനും കുറയും, അവരെ എനർജിയൊക്കെ കുറഞ്ഞു പോകുമ്പോൾ തന്നെ അവിടെ പ്രൊഡക്ഷനും കുറയും. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു 15 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. ഈ ഫെറ്റിക് സ്റ്റഡി നടത്തിയതിന് ശേഷം ആ സെക്ഷനിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കേഴ്സിന് ഒരു 15 മിനിറ്റ് ബ്രേക്ക്, 2 മണിക്കൂർ പണിയെടുത്തതിന് ശേഷം 15 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ വർക്കേഴ്സിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഫെറ്റിക് സ്റ്റഡി, ക്ഷീണത്തിനെ കുറിച്ചുള്ള പഠിക്കുന്നത്. ഫെറ്റിക് സ്റ്റഡി is an analysis of the level and cause of tiredness among workers during work hours. The goal is to determine the optimum working hours and the necessary frequency and duration of rest period to maintain worker efficiency and health. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി, EBQ എന്ന് ചോദിക്കും. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി തന്നെ ആ വേർഡ് ഉണ്ട്, ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എന്ത് ചെയ്യണം, പരമാവധി കുറയണം എന്നുള്ളതാണ് ഏത് കമ്പനിക്കാരോ ഫാക്ടറിക്കാരോ നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബേക്കിംഗ് കമ്പനിയിൽ ഒരു 500 ബ്രെഡ് ഉണ്ടാക്കണം ഒറ്റ ടൈമിൽ. അപ്പോൾ എന്താ സംഭവിക്കുക, കോസ്റ്റ് ഓഫ് ക്ലീനിങ് കുറയും. അതേപോലെ തന്നെ മെഷീൻസിൻ്റെ ഇത് കുറയും, വർക്കിംഗ് ടൈം കുറയും. ഇപ്പോൾ കുറച്ച് പോയിട്ട് ആദ്യം ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുക, അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ടൈം കൂടും. കുറച്ച് പോയിട്ട് ഉണ്ടാക്കുക, അപ്പോൾ മെഷീനറീസിൻ്റെ കറണ്ട്. അപ്പോൾ ബാച്ച് എത്ര ബാച്ചുകൾ വേണമെന്നുള്ളത് ആദ്യമേ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. എന്നാലേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയുള്ളൂ. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഇസ് ദ ഓപ്റ്റിമൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് ദാറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ സിംഗിൾ ബാച്ച് ടു മിനിമൈസ് ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് സെറ്റപ്പ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിന് IRR എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? അതൊരു ഫിനാൻഷ്യൽ മെട്രിക്കാണ്. എന്തിനു വേണ്ടി? റേറ്റ് ഓഫ് റിട്ടേണിൽ തന്നെ ഉണ്ട്, അതായത് ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് കിട്ടണത്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വർഷം തോറും എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നത് പ്രതീക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ശതമാനക്കണക്കാണ്, പെർസെൻറ്റേജ് കണക്കാണ് IRR. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണ്, ഒരു ഇൻവെസ്റ്റ് ചെയ്യണ് ഒരു മെഷീനറിയിൽ, ഒരു മെഷീൻ പോയിട്ട് മേടിക്കുകയാണ്. ആ മെഷീൻ മേടിക്കുമ്പോൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം, കാശ് കൊടുക്കണം. എന്നിട്ട് അതുകൊണ്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ലാഭം എത്രയാണെന്നൊക്കെ എന്ത് ചെയ്യും, ശതമാനക്കണക്കിൽ നമ്മങ്ങനെ നോക്കും. അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ അതിനാണ് പറയുക ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതിൽ പ്രോഫിറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്നിട്ട് വേണം അതിൽ നിക്ഷേപിക്കണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുക. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് എ ഫിനാൻഷ്യൽ മെട്രിക് ദാറ്റ് കാൽക്കുലേറ്റ്സ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ദി പ്രൊജക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് യൂട്ടിലിറ്റി ഓഫ് റേഞ്ച് ചാർട്ട്സ്. ഇതിന് R ചാർട്ട്സ് എന്നും പറയും. ഇതൊരു കഥ പോലെ നോക്കാം. ഇപ്പോൾ ശാരികയുടെ ഒരു ബിസ്ക്കറ്റ് കമ്പനി, നല്ല അടിപൊളി ബിസ്ക്കറ്റാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സമയത്ത് ചില ബിസ്ക്കറ്റിന് ഭയങ്കര കട്ടി കൂടുതൽ, ചില സമയത്ത് വളരെ കനം കുറവ്, ചില സമയത്ത് എന്താ പറയുക ഒരു ബേക്ക് ആവാറില്ല ചില സമയത്ത്. അപ്പോൾ അവിടുത്തെ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറാണ് പ്രിയ വന്നിട്ട് നോക്കണ്, ഈ ബിസ്ക്കറ്റ് ചില സമയത്തൊന്നും കറക്റ്റ് വരുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ പ്രിയ എന്ത് ചെയ്യണം, ഒരു റേഞ്ച് ചാർട്ട് ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതിൽ വരുന്ന വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിയ എന്ത് ചെയ്യണം, ഓരോ മണിക്കൂറും സാമ്പിൾ നോക്കും. ഓരോ 5 ബിസ്ക്കറ്റിൻ്റെ ട്രേ വരുമ്പോൾ അതിൽ നിന്നെല്ലാം എടുത്തിട്ട് ഇങ്ങനെ സാമ്പിൾ നോക്കും. എന്നിട്ട് മെഷർ ചെയ്യും റേഞ്ച്. ഓക്കെ, ഇന്ന സമയത്ത് രാവിലെ ഇത്ര മണിക്ക് ഉണ്ടാക്കിയ ബാച്ചിൽ ഇത്ര പ്രശ്നമുണ്ട്. പിന്നെ എന്ത് ചെയ്യും, ഡിഫറൻസ് കണ്ടുപിടിക്കും, ഇത്ര തിക്നെസ്. അങ്ങനെ ഇത് റേഞ്ച് ചാർട്ടിലാക്കിയിട്ട് രാവിലത്തെ ടൈമിങ്, തിക്കേത് തിന്നേത്, കനം കുറവ് കൂടുതലേതെന്നൊക്കെ നോക്കിയിട്ട് അതിലെന്ത് ചെയ്യും, ചാർട്ടിൽ രേഖപ്പെടുത്തും. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഏത് ടൈമിലാണ് അവർക്ക് പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന്. അപ്പോഴാണ് അവർ പ്രശ്നം മനസ്സിലാക്കിയത്. ആ സമയത്ത് കൺവെയർ ബെൽറ്റ് റോളർ ചെയ്യുന്ന ആ ഫാക്ടറിയുടെ ആ
മെഷീൻ്റെ ആ ബെൽറ്റ് ഉണ്ടാവില്ലേ, അതെന്താണ് ചില സമയത്ത് തിക്നെസ് കൂട്ടിയിട്ടേക്കാണ്. ആ സമയത്താണ് പ്രോബ്ലം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ബോൾട്ട് സ്ക്രൂ ലൂസായി കിടക്കുകയാണ്. അപ്പോൾ അത്ര പ്രോബ്ലംസ് അവർ കണ്ടുപിടിക്കുകയാണ് ഈ റേഞ്ച് ചാർട്ടിലൂടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് രേഖപ്പെടുത്തുന്നതാണ് റേഞ്ച് ചാർട്ട്സ് എന്ന് പറയാം. റേഞ്ച് ചാർട്ട് ഈസ് ഓൾസോ നോൺ എസ് ആർ ചാർട്ട്സ് ആർ എ ടൈപ്പ് ഓഫ് എ കൺട്രോൾ ചാർട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ടു മോണിറ്റർ ദി വേരിയബിലിറ്റി ഓഫ് ദി പ്രോസസ്സ്. ഇവിടെ കീവേഡ് എന്താ, വേരിയബിലിറ്റി. ആ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ, കനം കൂടുതൽ കുറവ്, ബിസ്ക്കറ്റിന് തിക്കാവണ് തിന്നാവണ്. അപ്പോൾ ആ വേരിയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ചാർട്ടാണ് ആർ ചാർട്ട് അഥവാ യൂട്ടിലിറ്റി ഓഫ് റേഞ്ച് ചാർട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലോഡിങ്. ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ എക്ക് എന്ത് കിട്ടും? ജോബ് നമ്പർ 1 കിട്ടും. മെഷീൻ ബി ജോബ് നമ്പർ 2 കിട്ടും. മെഷീൻ സി ജോബ് നമ്പർ 3 കിട്ടും. അതായത് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് അങ്ങോട്ട് കൊടുക്കും, ആരൊക്കെ ഏതൊക്കെ ജോബാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ചിലപ്പോൾ മെഷീൻസിനാവാം, വർക്കേഴ്സിനാവാം. അപ്പോൾ ലോഡിങ് ഈസ് assigning tasks or workloads to resources, അത് മെഷീൻസ് ആവാം, വർക്കേഴ്സ് ആവാം, to maximize utilization, minimize idle time and meet production schedules. It determines which work unit will handle which job. ഏതൊക്കെ മെഷീൻസിനോ അല്ലെങ്കിൽ ഏതൊക്കെ വർക്കേഴ്സിനാണോ ഏതൊക്കെ ടാസ്കോ അല്ലെങ്കിൽ ജോബാണോ കൊടുക്കുന്നത് അസൈൻ ചെയ്യണതിനാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ലോഡിംഗ് കൊടുക്കുന്നത്? അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ, പ്രൊഡക്ഷനും കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാം കൂടാനും, അതേപോലെ തന്നെ മിനിമൈസ് ഐഡിൽ ടൈം. ഐഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം നഷ്ടപ്പെടരുത്, അവിടെ 0 ആയിട്ട് കെടുക്കരുത്. കറക്റ്റ് ടൈമിങ്ങിന് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഐഡിൽ ടൈം ഉണ്ടാവരുത്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾസ് മീറ്റ് ചെയ്യണം. നമുക്ക് പ്രൊഡക്ഷൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അത് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാസ്ക് അസൈൻ ചെയ്യുന്നതിനാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. ലോഡിംഗ് മീൻസ് അസൈനിങ് ടാസ്ക്സ് ഓർ വർക്ക് ലോഡ്സ് ടു റിസോഴ്സസ് ലൈക്ക് മെഷീൻസ് ഓർ വർക്കേഴ്സ് ടു മാക്സിമൈസ് യൂട്ടിലൈസേഷൻ, മിനിമൈസ് ഐഡിൽ ടൈം ആൻഡ് മീറ്റ് പ്രൊഡക്ഷൻ സ്കെഡ്യൂൾസ്. ഇറ്റ് ഡിറ്റർമൈൻസ് വിച്ച് വർക്ക് യൂണിറ്റ് വിൽ ഹാൻഡിൽ വിച്ച് ജോബ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് B2G. B2G എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ഗവൺമെൻറ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഓഫീസ് സപ്ലൈസ് നടത്തുന്ന ഒരു കട ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് അവിടെ പേന, പേപ്പർ, അതേപോലെ തന്നെ പ്രിൻ്ററിൻ്റെ കാട്രിഡ്ജ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ആയിട്ടൊരു കോൺട്രാക്റ്റ് കിട്ടുകയാണ്. അതായത് ഗവൺമെൻറ് ഓഫീസ്, നിങ്ങളുടെ അടുത്തുള്ളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് ഈ പേന, പേപ്പർ എല്ലാം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. അപ്പോൾ ബിസിനസ് ടു ഗവൺമെൻറ് ആണ് അവിടെ വരുന്നത്. അവിടെയാണ് നിങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത്. ഗവൺമെൻറ് ആയിട്ടാണ് നിങ്ങളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ബിസിനസ് ടു ഗവൺമെൻറ് റെഫേഴ്സ് ടു ദി ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ഗവൺമെൻറ് എൻറ്റിറ്റീസ്. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ. ഇറ്റ് ഇൻവോൾവ്സ് ദ സെയിൽ ഓഫ് ഗൂഡ്സ്, സർവീസസ് ഓർ ഇൻഫർമേഷൻ ടു ഗവൺമെൻറ് ഏജൻസീസ് വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ഫെഡറൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷനിൽ എന്തൊക്കെ വരും? അതായത് സാധനങ്ങൾ, മെഷീനറീസ്, എല്ലാവിധ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനുള്ള മാനേജ്മെൻറ്റാണ് എന്ത്? പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. അതായത് പ്രൊഡക്ഷന് ആവശ്യമുള്ള, അതായത് എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എത്തിക്കുന്നതാണ് എന്ത്? പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സിൻ്റെ ജോലി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ ആദ്യം എന്ത് ചെയ്യും? റോ മെറ്റീരിയൽസ് എത്തും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൊക്കോകളെത്തും. കൊക്കോ കൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതെത്തും, റോ മെറ്റീരിയൽസ് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസംബ്ലി ലൈനിലേക്ക് പോകും. അതിനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം അതൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റും. അങ്ങനെ ഒരു ചോക്ലേറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിനെ വെയർ ഹൗസിലേക്ക് മാറ്റും. അതിനുശേഷം ട്രക്കുകളിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പല ദിക്കുകളിൽ എത്തിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടെ നിന്ന് റീറ്റെയിൽ ഷോപ്പുകളിൽ കൊണ്ടു കൊടുത്തിട്ട് അതിന് ശേഷം അത് കസ്റ്റമറിൻ്റെ കയ്യിലെത്തും. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്. ഇങ്ങനെ പോയിട്ട് ഒരു കസ്റ്റമറിൻ്റെ കയ്യിലൊരു സാധനം എത്തണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിനെയാണ് പറയുന്നത് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് റെഫേഴ്സ് ടു ദി പ്ലാനിങ്, കോർഡിനേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം റോ മെറ്റീരിയൽസ് ടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. It involves managing the production process, inventory and supply chain to ensure efficient and effective delivery of products to customers. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നിർണായകം, പാത്ത് പാത, നിർണായക പാത രീതി. എന്താണ്? അതായത് ഇതൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് CPM എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം കണ്ടെത്താൻ സഹായിക്കുന്നു.
അതിൽ തന്നെ ആ പ്രൊജക്റ്റിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്, ക്രിട്ടിക്കലായിട്ടുള്ള ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയാണ്. ആ വീട് പണിയാണെങ്കിൽ അതിലത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്താ? ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തറക്കല്ലിടുക. തറക്കല്ലിട്ട് അത് കെട്ടിപ്പൊക്കി പണിത് അതിന് ശേഷം ചുമരുകളൊക്കെ പണിയുക എന്നുള്ളത് രണ്ടാമത്തെ ക്രിട്ടിക്കൽ പാത്ത്. മൂന്നാമത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് പണിയുക എന്നുള്ളത്. അതൊക്കെ നല്ലോണം ടൈം എടുക്കണം. വാർക്ക വെച്ച് കമ്പി വെച്ച് നല്ലോണം ടൈം, അതൊക്കെ ക്രിട്ടിക്കൽ പാത്താണ്. ഇപ്പോൾ റൂഫ് കെട്ടാൻ വൈകിയെന്ന് വിചാരിച്ചു, ഒരാഴ്ച വൈകിയെന്ന് വിചാരിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയുടെ കംപ്ലീഷൻ തന്നെ ഒരാഴ്ച ഡിലേ ആയിപ്പോവും. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ ടാസ്കുകൾ, ഡിഫിക്കൽട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. CPM is a project management technique used to plan, schedule and control projects. It identifies the critical tasks that determine the minimum duration required to complete a project. അതായത് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് അത് എന്തെങ്കിലും ഒരു കാരണവശാൽ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കുകൾ വൈകുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനും വൈകും. അതേപോലെ അതുകൊണ്ട് തന്നെ പലതും പ്ലാൻ ചെയ്യാനും സ്കെഡ്യൂൾ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും? ഈ ക്രിട്ടിക്കൽ പാത്ത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് എ ഗാണ്ട് ചാർട്ട്? ഗാണ്ട് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ഗാണ്ട്. ഗാണ്ട് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ കുറേ പ്ലാനിങ് ഉണ്ടാവും. ആദ്യത്തെ മാസം പോയിട്ട് നമ്മൾ ഹാള് ബുക്ക് ചെയ്യും. രണ്ടാമത്തെ മാസമായിരിക്കും ചിലപ്പോൾ കാറ്ററിംഗുകാരെ കിട്ടിയിട്ട് കാറ്ററിംഗുകാരെ അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യും. മൂന്നാമത്തെ മാസമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്, തുന്നാൻ കൊടുത്ത ബ്രൈഡിൻ്റെ ഡ്രസ്സ് ടൈലറിങ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നാലാമത്തെ മാസമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? ഇൻവിറ്റേഷൻ കാർഡുകൾ അച്ചടിച്ച് കിട്ടുക. അങ്ങനെ ഓരോ പ്രൊസീജിയർ ഓരോ ടൈമിങ്ങിലായിരിക്കും ചെയ്ത് കിട്ടുക. ഫൈനലി ആണ് എന്ത് ചെയ്യുക? ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് നമുക്കുള്ളൊരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതുപോലെയാണ് എന്ത്? ഗാണ്ട് ചാർട്ട്. എ ഗാണ്ട് ചാർട്ട് ഈസ് എ പോപ്പുലർ ബാർ ചാർട്ട്. It is a visual representation of a project schedule showing the tasks, dependencies and timelines. It's a bar chart that illustrates the project plan, helping teams track progress. അടുത്ത ക്വസ്റ്റ്യനാണ് ഷോർട്ട് നോട്ട് ഓൺ ടൈലറിസം. ടൈലറിസം ആരാണ് കണ്ടുപിടിച്ചത്? ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. എന്താണത്? അതൊരു സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നും കൂടി അറിയപ്പെടുന്നു ടൈലറിസത്തിനെ. It is a management theory developed by Frederick Winslow Taylor. It focuses on the use of scientific methods to analyze and optimize work progresses, aiming to increase efficiency and productivity. അതായത് ഒരു ജോലി ചെയ്യാൻ ഏറ്റവും നല്ലതും വേഗമേറിയിട്ടുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് എന്ത്? അങ്ങനെ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. കണ്ടുപിടിച്ചത് ടൈലർ ആയതുകൊണ്ട് ടൈലറിസം എന്ന് പറയുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? വർക്കേഴ്സിൻ്റെ ഈ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത്. എങ്ങനെയാണ് ഇതിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക എന്നൊക്കെ ഉള്ളത്. Okay, Taylorism is known as scientific management. It is a management theory developed by Frederick Winslow Taylor. It focuses on the use of scientific methods to analyze and optimize work processes, aiming to increase efficiency and productivity. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പേ ബാക്ക് പീരീഡ്? മുടക്ക് മുതൽ തിരിച്ചടവ് കാലാവധി എന്ന് ഇതിനെ പറയാം. അതായത് നമ്മൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ തുക, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യണത്. അത് എത്ര കാലം കൊണ്ടാണ് തിരിച്ചു പിടിക്കാൻ കഴിയുക എന്ന് അളക്കണ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് the payback period is the time it takes for an investment to generate returns equal to its initial cost. It's a simple metric used to evaluate the feasibility of a project or a investment. തിരിച്ചിങ്ങോട്ട് മുടക്കിയ പണം എത്ര കാലം കൊണ്ട് കിട്ടുമെന്നുള്ള ഒരു പീരീഡാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡിയൊക്കെ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 2002 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയിട്ടാണ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം സ്റ്റഡി ഈസ് എ മെത്തേഡ് യൂസ് ടു അനലൈസ് ദി ടൈം റിക്വയർഡ് ടു പെർഫോം എ ടാസ്ക് ഓർ ഓപ്പറേഷൻ. ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു എന്ന് അനലൈസ് ചെയ്യുന്നതിനാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് observing and recording the time taken to complete specific tasks, helping organization identify areas for improvement and optimize processes.
അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു ബേക്കറിയിൽ ഒരു ഏരിയയിൽ, അതായത് പ്രിയക്ക് ഇപ്പോൾ എത്ര ടൈം എടുക്കുന്നു ആ കുക്കീസിനെ സെറ്റാക്കി എടുക്കാൻ, അപ്പുറത്തുള്ള ബെന്നിക്ക് എത്ര ടൈം എടുക്കുന്നു ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ, അങ്ങനെ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട്, ടൈമൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൈ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്റ്റഡിനെയാണ് പറയുന്നത് ടൈം സ്റ്റഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ സ്റ്റോർ ലെഡ്ജർ. സ്റ്റോർ ലെഡ്ജറൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ സ്റ്റോക്ക് റൂമിലുള്ളൊരു ബുക്കാണ് ഈ സ്റ്റോർ ലെഡ്ജർ. അതായത് അവിടെ ഇരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ വരവും പോക്കും ഒക്കെ ക്ലിയറായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കണക്ക് ബുക്കാണ് എന്ത്? സ്റ്റോർ ലെഡ്ജർ. ഓരോ സമയത്ത് സ്റ്റോക്കിൽ എത്ര സാധനങ്ങളുണ്ട്, അതിൻ്റെ മൂല്യം എത്ര എന്നൊക്കെ കാണിക്കുന്നതാണ് എന്ത്? ഈ സ്റ്റോർ ലെഡ്ജർ. അപ്പോൾ ഇൻവെൻട്രി മാനേജ് ചെയ്യാനും സ്റ്റോക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റും ഈ സ്റ്റോർ ലെഡ്ജറിനെ കൊണ്ട്. എ സ്റ്റോർ ലെഡ്ജർ ഈസ് ഓൾസോ നോൺ എ സ്റ്റോർ ലെഡ്ജർ ഓർ ഇൻവെൻട്രി ലെഡ്ജർ ഈസ് എ റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം യൂസ്ഡ് ടു ട്രാക്ക് ദി ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് ഇൻവെൻട്രി ഐറ്റംസ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് മാനേജ് സ്റ്റോക്ക് ലെവൽസ്, മോണിറ്റർ ഇൻവെൻട്രി മൂവ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഇൻവെൻട്രി കൺട്രോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്? ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ, ഒരു ഉൽപ്പന്നത്തിൻ്റെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആ ഒരു ടാസ്കിനെ നിയന്ത്രിക്കുന്നതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ അസംബിൾ ചെയ്യുമ്പോൾ ആ കാറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ പാർട്സിൻ്റെയും എന്ത് ചെയ്യും? ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ വരുന്നൊരു എക്സാമ്പിൾ. Quality management is the act of overseeing all activities and tasks needed to maintain desired level of excellence. It makes sure that a product or service is consistently good and meets customer needs. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് KPI. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കമ്പനി അവർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്ന ഒരു വാല്യൂവിനെയാണ് പറയുന്നത് KPI. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതിമാസ കസ്റ്റമറിൻ്റെ എണ്ണത്തിൻ്റെ നിരക്ക്, അങ്ങനെ അത്തരത്തിലുള്ളൊരു വാല്യൂ കണക്കാക്കുന്നത്, ഒരു കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കണക്കാക്കുന്ന ഒരു വാല്യൂ ആണ് KPI. KPI stands for Key Performance Indicator. It is a measurable value that demonstrates how effectively a company is achieving key business objectives. They help organizations track progress towards their goals. For example, a sales team a KPI might be monthly revenue growth. അവരുടെ ഗ്രോത്തിൻ്റെ റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് പുതിയത് വന്നതിൻ്റെ റേറ്റ് ആയിരിക്കാം. ഇതൊക്കെയാണ് KPIയുടെ എക്സാമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്, ഒരു മെഷർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. എന്താണ് മെത്തേഡ്? അതായത് ഹയസ്റ്റ് നമ്പറും ലോവസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോർ, പരീക്ഷയിൽ കിട്ടിയ മാർക്കിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90, 70, 50, 10 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറക്കുമ്പോൾ 90 - 10 80 അതാണ് റേഞ്ച്. അപ്പോൾ അതൊരു മെത്തേഡാണ്, ഒരു സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. റേഞ്ച് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ എ സെറ്റ് ഓഫ് ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ സ്റ്റോക്ക് എത്ര വെക്കണം, എത്ര എടുക്കണം, അടുത്ത സ്റ്റോക്ക് എടുക്കാറായോ, അങ്ങനെ അത്തരത്തിൽ നോക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ എത്ര ഐറ്റംസ് സ്റ്റോക്ക് വെക്കണം, അങ്ങനെ സ്റ്റോക്കിങ്ങിൻ്റെ ഒരു ഒരു പ്രോസസ്സാണ് ഇത് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ ഈസ് എ പ്രോസസ് ഓഫ് മാനേജിങ് ദ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, ഗൂഡ്സ് ആൻഡ് പ്രോഡക്ട്സ്. ദ മെയിൻ ഗോൾ ഈസ് ടു നോ ഹൗ മച്ച് സ്റ്റോക്ക് ടു ഹോൾഡ് ആൻഡ് വെൻ ടു റീഓർഡർ ടു മിനിമൈസ് സ്റ്റോറേജ് കോസ്റ്റ് ആൻഡ് അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട്സ്. Example, using software to track every item in a warehouse, ensuring only the needed amount is ordered. ഇപ്പോൾ കൂടുതൽ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയർഹൗസിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇൻവെൻട്രി കൺട്രോൾ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻവെൻട്രി കൺട്രോൾ.
ഇനി അടുത്തത് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിലൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും അതിൻ്റെ സാധനങ്ങൾ അസംബ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് വർക്ക് സ്റ്റേഷൻസ്, എക്യുപ്മെൻറ്റ്സ്, സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് രീതിയാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ അസംബ്ലി ലൈൻ ഉണ്ടാവും. അതായത് ചേസസ് ആദ്യം ഉണ്ടാക്കും, പിന്നെ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും, വെൽഡിങ്ങിലേക്ക് കിടക്കും, പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കും, പിന്നെ എൻജിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റേഷനിൽ കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു സ്റ്റേഷനിൽ പോയിട്ടാണ് ഫൈനലി ആണ് അതൊരു പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിനെയാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ എ പ്രൊഡക്റ്റ് ലേ ഔട്ട് ഈസ് ഓൾസോ കോൾഡ് അസംബ്ലി line layout is a facility arrangement where workstations and equipment are arranged in a sequence according to the steps required to manufacture a specific product. This is suitable for mass production. Example, standard car manufacturing assembly line where chassis move sequentially through welding, painting and engine installation stations. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് MRP. MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാനിങ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാനിങ് വേണം. അതിന് എത്ര മെറ്റീരിയൽസ് വേണം, കമ്പോണൻസ് വേണം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് വേണ്ടി വരും ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ. അപ്പോൾ അതിനെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കാൽക്കുലേറ്റ്സ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഇറ്റ് ഹെൽപ്സ് കമ്പനി മാനേജ് മാനുഫാക്ചറിങ് പ്രോസസ്സസ് എൻഷുറിങ് ദാറ്റ് ദ റൈറ്റ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ അറ്റ് ദി റൈറ്റ് ടൈം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MRP സിസ്റ്റം എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് തരും? ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുമ്പോൾ എത്ര വീൽസ് വേണം, എത്ര സീറ്റ് വേണം, എത്ര എൻജിൻസ് വേണം, ഒരു 100 കാർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് എത്രയൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് MRP ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് റീഓർഡർ പോയിൻ്റ്. റീഓർഡർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലത്തെ സ്റ്റോക്ക് തീരുമ്പോൾ അടുത്തത് ഓർഡർ ചെയ്യാനുള്ള സമയമായി അല്ലെങ്കിൽ ആ ഒരു ലെവൽ എത്തി എന്ന് തീരുമാനിക്കുന്നൊരു പോയിൻ്റാണ് റീഓർഡർ പോയിൻ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി 100 യൂണിറ്റാണ് ദിവസം സെല്ല് ചെയ്യണത്. 5 ദിവസം എടുക്കും അവർക്ക് പുതിയൊരു ഓർഡർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ROP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50 യൂണിറ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു കണക്കാക്കുന്ന ഒരു ലെവലിനെയാണ് ROP എന്ന് പറയുന്നത്. ROP ഈസ് ദ ലെവൽ ഓഫ് ഇൻവെൻട്രി അറ്റ് വിച്ച് എ കമ്പനി ഷുഡ് പ്ലേസ് എ ന്യൂ ഓർഡർ to replenish stock. It is calculated to prevent stock outs during the time it takes for the new order to arrive. അതായത് പുതിയ ഓർഡർ വരുന്നത് വരെ ഇത് സ്റ്റോക്കൊന്നും ഇല്ലാണ്ട് കമ്പനി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം കസ്റ്റമർ വരുമ്പോൾ സാധനങ്ങൾ കൊടുക്കണ്ടേ. അപ്പോൾ അത്തരത്തിൽ വേണ്ടിയിട്ടാണ് ഈ റീഓർഡർ പോയിൻ്റൊക്കെ നമ്മൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്റ്റോക്ക് കമ്പനിയിലേക്ക് സാധനങ്ങൾ എടുക്കുന്നത്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഒരു കാര്യം എത്ര ഫ്രീക്വൻസിയിൽ ഇത് സംഭവിക്കുന്നു എന്നിങ്ങനെ ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ കൊടുക്കുന്നതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ശമ്പളം കൊടുക്കുന്നതിൻ്റെ റേഞ്ച്, അതായത് 30,000 തൊട്ട് 40,000 വരെ, 20,000 തൊട്ട് 30,000 വരെ, ഇതൊക്കെ എത്ര പേർക്ക് ഇത്ര കൊടുക്കുന്നു എന്നുള്ള ആ ഒരു ഡാറ്റ പോയിൻ്റ് നമുക്ക് ഗ്രാഫ് രൂപത്തിൽ കിട്ടും. അതായത് ഗ്രാഫ് രൂപത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ശമ്പള നിരക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഹിസ്റ്റോഗ്രാം ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ദാറ്റ് യൂസസ് ബാർസ് ടു ഷോ ദി ഫ്രീക്വൻസി ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് റേഞ്ചസ്. It is primarily used to display the distribution of continuous numerical data. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അഥവാ വാട്ട് ഈസ് SQC എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. അപ്പോൾ SQC ഈസ് ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ടു മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് കൺട്രോൾ ചാർട്ട്സ് ആൻഡ് സാമ്പിളിംഗ് പ്ലാൻസ് ടു ഡിറ്റക്റ്റ് ആൻഡ് പ്രിവെൻറ്റ് ഡിഫെക്ട്സ്. അതായത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രമുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ
മെത്തേഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഒരു സ്ക്രൂ നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഡയാമീറ്റർ, അതായത് അതിൻ്റെ ഒരു അളവൊക്കെ ഉണ്ടാവില്ലേ, അത് പല സാധനങ്ങൾക്കും പല സ്ക്രൂ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡയാമീറ്ററൊക്കെ എന്ത് ചെയ്യും, അളന്നുകൊണ്ടിരിക്കും. കാരണം അല്ലെങ്കിൽ അത് ഡിഫക്റ്റായി പോകില്ല സാധനം. പല രീതിയിലുള്ള സൈസിലുള്ള സ്ക്രൂ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. A manufacturing plant uses a control chart to monitor the diameter of a screw over time and it ensures stays within acceptable limits. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സെല്ലുലാർ ലേഔട്ട്. സെല്ലുലാർ ലേഔട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സൈക്കിളിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി സങ്കല്പിക്കുക. അവിടെ കട്ടിങ്ങിനൊരു സെക്ഷൻ ഉണ്ടാവും, വെൽഡിങ്ങിനൊരു സെക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിനെ പകരം ഒരു സെല്ലുകളായിട്ട് ഇവരെന്ത് ചെയ്യും, തരം തിരിക്കും. അതായത് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യും, ഒരു സെല്ലായിട്ട് കണക്കൂട്ടിയിട്ട് ഒരു സെക്ഷനിലേക്ക് മാറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ ബാറിൻ്റെ സെല്ലിനെ അതിനെ ഹാൻഡിൽ ബാർ സെല്ലെന്ന് സെക്ഷൻ ആക്കിയിട്ട് പറഞ്ഞിട്ട് അവിടെ എന്തുണ്ടാവും, കട്ടിങ്ങും ഉണ്ടാവും, അവിടെ വെൽഡിങ് ഉണ്ടാവും. അങ്ങനെ ഓരോ സെല്ലുകളായിട്ട് തിരിക്കും. അടുത്തത് ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്ന ഭാഗമാണെങ്കിൽ ആ സെക്ഷനിൽ ഡ്രില്ല് ഉണ്ടാവും, ജോയിൻറ്റ് ഫ്രെയിം ഉണ്ടാവും, അങ്ങനെ പലതായിട്ട് സെല്ലുകളായിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാണ് സെല്ലുലാർ ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സെല്ലുലാർ ലേഔട്ട് ഈസ് എ ഫെസിലിറ്റി ലേഔട്ട് വെയർ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു സെൽസ്. ഈച്ച് സെൽ ഈസ് ഡിസൈൻഡ് ടു പെർഫോം എ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഫോർ എ സ്പെസിഫിക് ഫാമിലി ഓഫ് പാർട്സ് or products, improving efficiency and flexibility. Example, in a metal shop, all the machines needed to make gear X, അതായത് ലേത്സ്, ഡ്രിൽസ്, ഗ്രൈൻഡേഴ്സ്, ഇതൊക്കെ they are placed together in one cell. ഇനി അടുത്തതാണ് അസംബ്ലി പ്രോസസ്സ്. അസംബ്ലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആവണ വരെ അതിൻ്റെ എന്താ പറയുക, ജോയിനിങ്ങും ഫിക്സിങ്ങും അസംബ്ലിങ്ങും ഒക്കെ വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസംബ്ലിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് പലതും കൂട്ടിച്ചേർത്ത് ഫിക്സ് ചെയ്ത് വരുമ്പോഴാണല്ലോ ഒരു ഫൈനലായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടയർ, ഹാൻഡിൽ ബാർ, ഫ്രെയിം എല്ലാം ജോയിൻ്റ് ചെയ്തിട്ട് വരുമ്പോഴാണല്ലോ ഫൈനലായിട്ടൊരു സൈക്കിളായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ അസംബിൾ ചെയ്ത് പോകുന്ന, ഫിറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസംബ്ലി പ്രോസസ്സ് എന്ന് പറയുന്നത്. അസംബ്ലി പ്രോസസ്സ് ഈസ് ദ മാനുഫാക്ചറിങ് സ്റ്റേജ് വെർ വേരിയസ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സ് ഓർ പാർട്സ് ആർ ജോയിൻഡ് ടുഗെദർ ടു ക്രിയേറ്റ് എ ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. Example, bolting the engine, wheels and body parts together to complete a motorcycle. ഇനി അടുത്തതാണ് വാട്ട് ആർ ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിലത്തെ സ്റ്റാഫുകൾ അഥവാ എംപ്ലോയീസ് അവരെന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർ സ്വമേധയായിട്ട്, വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അവരെന്ത് ചെയ്യും, കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ഏകദേശം 6 to 12 മെമ്പേഴ്സുള്ള ഗ്രൂപ്പാക്കിയിട്ട് ഫോം ചെയ്യും. സെയിം വർക്ക് ഏരിയയിൽ നിന്നുള്ള ആളുകളായിരിക്കും കേട്ടോ. അവർ റെഗുലറായിട്ട് മീറ്റ് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പുരോഗമനം വരുത്താം, അല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി സർക്കിൾസ് ആർ സ്മോൾ വോളണ്ടറി ഗ്രൂപ്പ്സ് ഓഫ് എംപ്ലോയീസ്, യൂഷ്വലി 6 to 12 ഫ്രം ദ സെയിം വർക്ക് ഏരിയ ഹു മീറ്റ് റെഗുലർലി ടു ഐഡൻറ്റിഫൈ, അനലൈസ് ആൻഡ് സോൾവ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് റെക്കമെൻഡ് സൊല്യൂഷൻസ് ടു ദി മാനേജ്മെൻറ്റ്. എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക് ടെല്ലേഴ്സ് മീറ്റിംഗ് വീക്ക്ലി ടു ഡിസ്കസ് വേസ് ടു റെഡ്യൂസ് കസ്റ്റമർ വെയിറ്റിംഗ് ടൈം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിലത്തെ ആൾക്കാർ, ബാങ്കിലത്തെ ടെല്ലേഴ്സൊക്കെ കൂടിയിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ട് അവരിങ്ങനെ തീരുമാനിക്കും നമുക്ക് കസ്റ്റമേഴ്സ് പരമാവധി അവർ കാര്യങ്ങളൊക്കെ സ്പീഡപ്പാക്കി എങ്ങനെ ചെയ്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ മീറ്റിങ്ങൊക്കെ വെച്ച് കാര്യങ്ങൾ സൊല്യൂഷൻ ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കപ്പാസിറ്റി. ഡിഫൈൻ കപ്പാസിറ്റിയാണ് ചോദ്യം. ഡിഫൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ പേര് വെച്ച് എഴുതിയിട്ട് ആണ് അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് വാട്ട് ഈസ് കപ്പാസിറ്റിയുടെ ആൻസറാണ്. ഡിഫൈൻ കപ്പാസിറ്റി എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ വാട്ട് ഈസ് കപ്പാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പാസിറ്റി ഈസ് എ മാക്സിമം ഔട്ട്പുട്ട് റേറ്റ് ഓർ മാക്സിമം amount of work that a process or an organization can complete in a given period of time. അതായത് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി സ്ഥലത്ത് അവർക്ക് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വർക്ക്
അതിനെയാണ് പറയുന്നത് എന്തെന്ന് കപ്പാസിറ്റി. അതായത് നമ്മൾ അറിയില്ല ഒരാളുടെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്, അതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിക്ക് ഒരു മാസത്തിനുള്ളിൽ, ഒരു നിശ്ചിത ടൈം ഉണ്ട് കേട്ടോ, നിശ്ചിത ടൈമിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ എത്ര കാറുകൾ, മാക്സിമം നമ്പർ ഓഫ് കാറുകൾ അവർക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് ഫുഡ് സെർവ് ചെയ്യാം, അങ്ങനെ അത്തരത്തിൽ ആ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ എത്ര വർക്ക് ചെയ്യാമെന്ന് പറയുന്നതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫൈൻ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അതും ഡിഫൈൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ആൻസറാണ് കൊടുത്തേക്കുന്നത്. ഡിഫൈൻ എന്നുള്ളതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അങ്ങനെ അതിൻ്റെ എൻറ്റയർ പ്രോസസ്സ്, അത് കഴിഞ്ഞ് വരുന്നതിൻ്റെ ആ എൻറ്റയർ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ മാനേജ് ചെയ്യുന്ന ആ കാര്യങ്ങളെയാണ് POM, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആവാം, ലേബർ, അതായത് ലേബർ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, ഇതൊക്കെ എന്താണ്, ഇൻപുട്ടാണ്. അതിൽ കൂടെ എന്ത് ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഇതൊക്കെ ഒന്ന് റെഡിയായി സെറ്റായിട്ട് പിന്നെ ഫൈനലി ഔട്ട്പുട്ടാണ് കിട്ടുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ. അപ്പോൾ ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിൽ കൂടെ, പ്രോസസ്സിൽ കൂടെ പ്ലാൻ ചെയ്തിട്ടും ഓർഗനൈസ് ചെയ്തിട്ടും ഇൻപുട്ട് കൊടുത്തിട്ടും ഫൈനലിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അത് മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് POM എന്ന് പറയുന്നത്. So production and operation management is the management of resources and processes that transform inputs like raw materials, labor and capital into goods and services output. It involves planning, organizing, directing and controlling the conversion process. Example, overseeing the entire process of turning cocoa beans into chocolate bars. അതായത് നമ്മൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇൻപുട്ടായിട്ട് എന്ത് കൊടുക്കും, കൊക്കയുടെ ബീൻസ് കൊടുത്തിട്ട് പിന്നെ അതിൽ ബാക്കി ഷുഗറും കാര്യങ്ങളും എല്ലാം കൊടുത്തും ആഡ് ചെയ്തും പിന്നെ അത് മെഷീനറീസിൽ കൂടെ പോയി പല പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും, ചോക്ലേറ്റ് ബാർസ് കിട്ടും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് POM എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്രൊസീജിയർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണ് അത് ചെയ്തിട്ട്, ഏതൊക്കെ രീതിയിലാണ് ചെയ്തിട്ട് അത് അവസാനം ഒരു ഫൈനൽ പ്രൊഡക്റ്റായി മാറേണ്ടത് എന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, അത് ഷീറ്റാക്കി മുറിക്കണം, ഫസ്റ്റത്തെ പ്രോസസ്സ്. രണ്ടാമത്തത് അതിനെ പോളിഷ് ചെയ്യണം. മൂന്നാമത്തത് അതിൽ ഹോൾസ് അടിക്കണം. അങ്ങനെ ഓരോ പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, അതൊരു ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ അങ്ങനെ ഒരു റൂട്ട് നിർണ്ണയിക്കും. അതിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. റൂട്ടിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ പാത്ത് ആൻഡ് സീക്വൻസ് ഓഫ് ദി ഓപ്പറേഷൻസ് that will be followed to transfer raw materials into a finished product. It specifies what operations are performed, where are they performed, and in what order. Example, a process route sheet might specify that raw steel must first go to the cutting machine, then the drill press, ദെൻ ഫൈനലി ദി ഗ്രൈൻഡിങ് സ്റ്റേഷൻ. അതായത് ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ആദ്യം കട്ടിങ് മെഷീനിൽ പോകും, പിന്നെ ഡ്രില്ല് ചെയ്യാൻ പോകും, പിന്നെ ഗ്രൈൻഡിങ് സ്റ്റേഷനിൽ പോകും. അങ്ങനെ അത്തരത്തിൽ കുറേ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് BBAയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും പഠിച്ചിട്ട് പോവുക. അപ്പോൾ എക്സാം നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ എന്തായാലും നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.